നമസ്കാരം. PR വിവാദങ്ങളിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായി നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ദ ഹിന്ദുവിലെ അഭിമുഖത്തിനായി സമീപിച്ചത് പരിചയമുള്ള ചെറുപ്പക്കാരനെന്ന് മുഖ്യമന്ത്രി. PR ഏജൻസിയുമായി സർക്കാരിനോ തനിക്കോ ബന്ധമില്ല. അഭിമുഖത്തിനിടെ PR ഏജൻസി പ്രതിനിധിയും എത്തിയെന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. പറയാത്ത കാര്യം പ്രസിദ്ധീകരിച്ചതിൽ നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരണമില്ല. ഗൾഫിൽ PR ഏജൻസി വഴി അഭിമുഖം നൽകിയിട്ടുണ്ടെന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കായി ഡൽഹിയിൽ PR ഏജൻസി നടത്തിയത് വൻ ഓപ്പറേഷൻ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുൻപേ കൈസൻ വാർത്താക്കുറിപ്പ് നൽകി. വിവാദ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയ കുറിപ്പ് നൽകിയത് ഇംഗ്ലീഷ് പത്രങ്ങൾക്കും വാർത്താ ഏജൻസികൾക്കും. അഭിമുഖത്തിനായി ദ ഹിന്ദുവിനെ സമീപിച്ചത് പത്രങ്ങൾ വിവാദ പരാമർശം ഒഴിവാക്കി വാർത്ത നൽകിയതോടെ. പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം. ADGPയുടേത് ഗുരുതര വീഴ്ചയെന്ന മുഖ്യമന്ത്രി. അന്വേഷിക്കാൻ DGPക്ക് നിർദ്ദേശം. ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് അന്വേഷിക്കും. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അട്ടിമറി ശ്രമം നടന്നുവെന്ന് മുഖ്യമന്ത്രി. പരാതികളിൽ റിപ്പോർട്ടും വരുവരെ ADGPക്കെതിരെ നടപടിയില്ല. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി. സഹായം വേഗത്തിലാക്കാൻ ആവശ്യപ്പെടും. ടൌൺഷിപ്പുകൾ നെടുമ്പാല, എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിൽ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 10 ലക്ഷം വീതം. ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി. ദ ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം നൽകണമെന്നാവശ്യപ്പെട്ടത് മുൻ MLA TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരോ താനോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അഭിമുഖം നടക്കുമ്പോൾ PR ഏജൻസി പ്രതിനിധി റൂമിലേക്ക് വന്നെന്നും മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. അഭിമുഖം പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ താൻ പറയാത്ത ഭാഗം അതിലുണ്ടായി. ഏതെങ്കിലും ഒരു ജില്ലയെയോ ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആളല്ല താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പറയാത്ത ഭാഗം കൂട്ടിച്ചേർത്തതിൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് പിണറായി മറുപടി പറഞ്ഞില്ല. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത്. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ഇത് ഈ ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കേണ്ടത് എനിക്കറിയില്ല. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല. ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു. ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ.
സെയ്ഫ് സൈൻലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നറിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായുള്ളത് PR വിവാദവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എന്ത് പ്രതികരിക്കുമെന്നാണ് എല്ലാവരും നോക്കിക്കണ്ടത്. ഇപ്പോൾ നേരത്തെ മന്ത്രിസഭാംഗങ്ങളൊക്കെ എടുത്ത ഒരു നിലപാട് പോലെ തന്നെ PR ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് ഹിന്ദുവിന്റെ ആളാണെന്നാണ് താൻ വിചാരിച്ചത് എന്നൊക്കെ പറയുന്നു. പക്ഷേ കൃത്യമായി ഒരു ഇരുതല മൂർച്ചയുള്ള വാൾ എന്ന രീതിയിൽ ആ മലപ്പുറം പരാമർശം വന്നു. അതിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. കൃത്യമായി അവിടെ എന്താണ് നടന്നത്? സെയ്ഫ്, എന്താണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് PR വിവാദവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? ഒരു ക്ലാരിറ്റി കുറവ് ചില വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ജിൽസി. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയായിരുന്നു. PR ഏജൻസി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി വരുന്നത് എന്നുള്ള ചോദ്യത്തിന് മുൻ ഹരിപ്പാട് MLA മകൻ സുബ്രഹ്മണ്യം, അദ്ദേഹമായി കൊച്ചിലെ മുതൽ പരിചയമുണ്ട്. അദ്ദേഹം തന്നെ സമീപിക്കുന്നു, താൻ അഭിമുഖത്തിന് തയ്യാറാകുന്നു, അവിടെ അഭിമുഖം കൊടുക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഒഴുക്കൻ മട്ടിൽ രക്ഷപ്പെടുന്നത്. അവിടെ ചില ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒന്ന്, ഹിന്ദു പത്രം പറഞ്ഞത് കള്ളമാണോ? ഹിന്ദു പത്രം പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ PR ഏജൻസി ഞങ്ങളെ സമീപിച്ച് അഭിമുഖം എടുക്കണം എന്ന് പറയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിമുഖം എടുക്കാൻ പോയത്. മുഖ്യമന്ത്രി ആ വാദത്തെ തള്ളിക്കൊണ്ട് നേരെ വിപരീതമായ കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് PR ഏജൻസി ഈ സുബ്രഹ്മണ്യം എന്നെ സമീപിച്ചുകൊണ്ട് ഹിന്ദു പത്രത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ആണ് ഇതെടുത്തത് എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും പറയുന്നതിനകത്ത് ഒരു വ്യത്യാസം. മുഖ്യമന്ത്രി പറയുന്നത് ഹിന്ദു പത്രം പറയുന്നത് തമ്മിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് ഒന്നാമത്തെ ആ രീതിയിൽ നമുക്കതിനെ കാണാം. രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നയാൾ എഴുതി പത്രത്തിന് കൊടുത്തിട്ടുണ്ട്. അത് വലിയ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരാമർശമാണ്. താൻ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തെയോ ജില്ലയോ എടുത്ത് പ്രത്യേകം പരാമർശിക്കുന്ന ആളല്ല. എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി അതിനൊരു വിശദീകരണമായി നൽകുന്നത്. അവിടെ ചോദ്യം, അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എഴുതി നൽകിയ സുബ്രഹ്മണ്യനെതിരെ നടപടി വേണ്ടേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി കൃത്യമായി നൽകിയിട്ടില്ല. ഒഴുക്കൻ മട്ടിൽ അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ചുള്ള മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പോവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഷാർപ്പായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നത്, ആദ്യം പറയുന്നു ഹിന്ദു പത്രത്തിൽ താൻ പറയാത്ത കാര്യങ്ങളാണ് വന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇത്രയും വ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു ജില്ലയെ മുഴുവൻ തള്ളിപ്പറയുന്ന രീതിയിൽ ഒരു പരാമർശം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് ആ ചോദ്യം ഉയർന്നിട്ടുണ്ടാകും, ഹിന്ദുവിനെതിരെ നടപടി ഉണ്ടാകുമോ? പക്ഷേ അദ്ദേഹം ഹിന്ദുവിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതും. അവിടെയും ഒരു തരത്തിലുള്ള ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ടല്ലേ? അതെ, ഹിന്ദു പത്രത്തെ പൂർണ്ണമായും പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാചകം നമ്മൾ നേരത്തെ കേട്ടതാണ്. അവർ മാന്യമായ രീതിയിലാണ് ഇടപെട്ടത്, നിങ്ങളായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അവർ മാന്യമായി ഇടപെട്ടു. അതേസമയം തന്നെ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയതെന്ന്. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ ഒരു മാധ്യമം ഉൾപ്പെടുത്തി അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നു. ആ മാധ്യമത്തിൽ മാന്യമായി ഇടപെട്ടതെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഭാഗം ഉൾപ്പെടുത്തിയത് ഒരു PR ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണെന്ന് ആ പത്രം തന്നെ വിശദീകരിക്കുമ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള അന്വേഷണമുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പൂർണ്ണമായും മൗനം പാലിക്കുകയാണ്. അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത മുഖ്യമന്ത്രി വരുത്തുന്നില്ല. കാരണം ഒരു വർഗീയ സ്വഭാവത്തിലുള്ള പരാമർശം, വർഗീയ കലാപത്തിന് പോലും കഴിയുന്ന തരത്തിൽ അതിനെ കത്തിച്ചെടുക്കാൻ കഴിയുന്ന പ്രയോഗം, അത് സംഘപരിവാർ അങ്ങനെ ഉപയോഗിച്ച് വരികയായിരുന്നു. അങ്ങനെ ഒരു പരാമർശം, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞിട്ട് അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രിമിനൽ കുറ്റമാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അത് വ്യാജ വാർത്ത ചമക്കലും ക്രിമിനൽ കുറ്റവുമായി മാറും. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് 3 തവണ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം നമ്മൾ ചോദിച്ചതാണ്. ഏറ്റവും ഒടുവിലും ആ ചോദ്യം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രി അതിൽ പിടിതരാതെ, അതിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹിന്ദു പത്രം പറഞ്ഞത് കള്ളമാണെന്നാണ് മുഖ്യമന്ത്രി മൊത്തത്തിൽ പറഞ്ഞു വെച്ചത്. കാരണം താൻ പറയാത്ത കാര്യങ്ങൾ ആണ് അതിൽ ഉൾപ്പെടുത്തിയതെന്ന് ഹിന്ദു പത്രം സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ PR ഏജൻസി അങ്ങോട്ട് സമീപിക്കുകയായിരുന്നു, ഹിന്ദു പത്രത്തിന് ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു എന്ന വാചകം മുഖ്യമന്ത്രി തള്ളിക്കളയുന്നുണ്ട്. അതായത് ഹിന്ദു പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവർ മാന്യമായിട്ടാണ് ഇടപെട്ടതെന്ന്. ജിൽസി, ഒപ്പം തന്നെ സെയ്ഫ് ഇന്ന് സൂക്ഷിക്കേണ്ടത്, മുഖ്യമന്ത്രി ഇന്ന് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ കൂടെ പതിവില്ലാത്ത രീതിയിൽ അദ്ദേഹം വളരെ പ്ലസന്റ് ആയിക്കൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ. മാത്രമല്ല പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു വശത്തു നിന്ന് എല്ലാ ചോദ്യങ്ങളും ഉയരുമ്പോൾ പോലും അദ്ദേഹം അതിനെയൊക്കെ വളരെ പ്ലസന്റായി നേരിട്ടു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു രീതി വെച്ച് അദ്ദേഹം പറയാത്ത കാര്യം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയല്ല സാധാരണഗതിയിൽ പ്രതികരിക്കേണ്ടത്. അത് ചിരിച്ചുകൊണ്ട് ഇത്രയും വലിയ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് സൈബർ സംഘങ്ങളൊക്കെ ഏറ്റെടുത്ത് വലിയ രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രി പ്രതികരിച്ചതിൽ തന്നെ ഒരു സംശയമുണ്ട്. അപ്പോൾ കള്ളം പറയുന്നത് സ്വാഭാവികമായും ആരെന്ന ചോദ്യം വരുന്നുണ്ട്. സെഫി, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്കാണ്. അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട്. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത്.
അതുകൊണ്ടാണ് രാത്രിയൊന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അവസാന ഘട്ടത്തിലല്ല പൂരം കലങ്ങിയത്. രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി. വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് പ്രശ്നമുണ്ടായി. രാത്രി 9 മണിക്ക് ലാത്തി ചാർജ് ചെയ്തു. സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ലാത്തി ചാർജ് ചെയ്തു. അപ്പൊ ഇത് വെളുപ്പാങ്കാലത്തുണ്ടായതല്ല. ഈ രാവിലെ മുതൽ പൂരം കലക്കുകയാണ്. ADGPയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണം പോരാ, ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. മാത്രമല്ല, എത്ര അന്വേഷണമായി ഇപ്പൊ അജിത് കുമാറിനെതിരായി? ഇത്രമാത്രം RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷണം, പൂരം കലക്കിയതിന് അന്വേഷണം, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം, 5ഓ 6ഓ അന്വേഷണം ADGPക്കെതിരെ ഉണ്ട്. എന്നിട്ടും ആ ADGPയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക്. ഇപ്പോഴും ചേർത്ത് നിർത്തിയാണ്. ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ്, താക്കോൽ സ്ഥാനത്താണ് ADGP ഇരിക്കുന്നത്. ADGPയെ അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രഹസനമാക്കി മാറ്റിയല്ലേ ചെയ്യുന്നത്? എന്തർത്ഥമാണ് ഇതിൻ്റെ അകത്തുള്ളത്? മൂന്നാമത്തെ കാര്യം തമാശയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിലെ PR ഏജൻസിയുടെ ഇന്റർവ്യൂ ഇപ്പോൾ പറയുന്നത് എന്താ? എനിക്കൊരു PR ഏജൻസി ഇല്ല, ഞാൻ മുൻ MLA TK ദേവകുമാറിന്റെ മകനാണ് എന്നോട് ഇന്റർവ്യൂ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത്. ഹിന്ദു പത്രത്തിന്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്തത്. അവരുടെ 2 റെപ്രസെന്റേറ്റീവ്സ് ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു. ഇനി വാദത്തിന് സമ്മതിക്കുക, TK ദേവകുമാറിന്റെ മകൻ, TK ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്? എന്നാ പിന്നെ PRD പിരിച്ചുവിട്, മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട്, മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട്. മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസ് ആയിട്ടും ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ വഴിയാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത്. പിന്നെ അടുത്ത തമാശ, ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു. ആരാന്നറിയോ? കെയ്സന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു. ആരോ കയറി വന്നു. മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? അവിടെ ഒരു പരിചയമില്ലാത്ത, അദ്ദേഹത്തിന്റെ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക. ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ? ഇത് ആര് വിശ്വസിക്കാനാണ്? ഒരാളും വിശ്വസിക്കില്ല, ഒരാളും വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഞാൻ ഇന്നലെ ചോദിച്ച ആവർത്തിക്കുന്നു, നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ, നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കും. ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി പറയാത്ത കാര്യം, മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു. ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായി അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി, വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാ, ഗീബൽസിനെ പോലെ 1000 വട്ടം നുണ പറയാ, സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം അഹഹ എന്ന് പറഞ്ഞാൽ മാറാം. 4-5 പ്രാവശ്യം പറഞ്ഞു അഹഹ. അഹഹ എന്നല്ല വേണ്ടത്, മറുപടി വേണം. ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂ. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. സെപ്റ്റംബർ 13-ന് വേറൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയിൽ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന, മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരങ്ങളാണ്, ഹവാല പണത്തിന്റെ വിവരങ്ങളാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു PR ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു സെപ്റ്റംബർ 13-ാം തീയതി.
21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്ന പത്രസമ്മേളനം. അതിൽ 5 കൊല്ലത്തെ കണക്ക് പറയുന്നില്ല, 3 കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു. മലപ്പുറം എന്ന് പറയുന്നില്ല. വീണ്ടും ഇപ്പോ 29-ാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, അതിൽ ഈ സ്വർണത്തിന്റെ അതേ കണക്ക്. എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ്, അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു. ഈ മൂന്നും, അതായത് സെപ്റ്റംബർ 13-ാം തീയതി മറ്റൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരവും, സെപ്റ്റംബർ 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി 3 കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും, ഇപ്പോൾ 29-ാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, ഈ 3 ഡ്രാഫ്റ്റും ഈ 3 നറേറ്റീവും നമ്മുടെ കയ്യിലുണ്ട്, മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് 3 ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത്. വീണ്ടും പറയുന്നു, സെപ്റ്റംബർ 13-ൽ PR ഏജൻസി ഡൽഹിയിൽ കൊടുത്തത്, 21-ാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, 29-ാം തീയതി ഹിന്ദുവിൽ കൊടുത്ത ഇന്റർവ്യൂ, ഇത് 3ഉം ഒരേ നറേറ്റീവ്. സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. ആര് വിശ്വസിക്കും മുഖ്യമന്ത്രി പറയുന്നത്? ഒരാൾ കയറി വന്നു, ഒരു വലിയ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോലീസ്, ചുറ്റും നിൽക്കുന്ന പോലീസും സെക്യൂരിറ്റി അറിയാതെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ, അതും അദ്ദേഹം ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുപോയി നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കിയാൽ, മലയാളികളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്, വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കുക. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നോണ, കേരളത്തിലൂടെ പറയണ്ട എന്നോണ. അല്ല, അവർക്കൊരു പത്രമുണ്ടല്ലോ, ദേശാഭിമാനി. അതിൽ ഈ ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് പോലും ഇല്ല. ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് ഇടാത്ത ഏക പത്രം, ഏക വാർത്താ മാധ്യമം ദേശാഭിമാനിയാണ്. കൈരളി, അവരോട് പറയടാ, അവരെ പഠിപ്പിക്കട്ടെ. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഏത് പൂരം കലക്കിയിലാണ് PR ഏജൻസി? അല്ല, PR ഏജൻസി, മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഇല്ല, മുഖ്യമന്ത്രി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്ത ആ ഏജൻസിക്കെതിരായി, അത് പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരായി കേസ് കൊടുക്കാമെന്ന് ഞങ്ങൾ ചോദിച്ചത്. കൊടുക്കണ്ടേ? ഞാനാണെങ്കിൽ കൊടുക്കും. ഞാൻ അറിയാതെ എന്റെ പേരിലൊരു വാർത്ത എഴുതി കൊടുത്താൽ ഞാൻ ആ ഏജൻസിക്കെതിരായിട്ടും അത് ഇട്ട പത്രത്തിനെതിരായിട്ടും ഞാൻ കേസ് കൊടുക്കൂലേ? കൊടുക്കില്ലേ? അതിനെല്ലാം മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സെപ്റ്റംബർ 13-ാം തീയതി PR ഏജൻസിയെ കൊണ്ട് ഡൽഹിയിൽ ഈ നറേറ്റീവ് വിതരണം ചെയ്യിപ്പിച്ച ആരാണ്? അതേ കാര്യം 21-ാം തീയതിയിലത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയും. അതേ കാര്യം 29-ാം തീയതി ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുക്കുകയും ചെയ്താൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യലല്ലേ മാധ്യമങ്ങളുടെ ജോലി? നിങ്ങളുടെ ജോലി ഇതല്ലേ? ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാണ്, മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുക എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുതരമായ ആരോപണങ്ങൾ. ഞാനാണല്ലോ ആദ്യമായിട്ട് ADGP RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞത്. അപ്പൊ ആ ചർച്ച നടന്നു. ഏത്? ഹൊസബലയുമായിട്ടുള്ള ചർച്ച നടന്നു, രാം മാധവുമായിട്ടുള്ള ചർച്ച നടന്നു, വത്സൻ തില്ലങ്കേരിയായിട്ട് 4 മണിക്കൂർ ചർച്ച ചെയ്തെന്ന റിപ്പോർട്ട്. അപ്പൊ ADGP ലോ ആൻഡ് ഓർഡറിന്റെ പ്രധാനപ്പെട്ട ജോലി RSSുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള കോർഡിനേഷൻ ആണോ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. ഇത്രയും കേസുള്ള, ഇത്രയും അന്വേഷണം നടക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഏതോ തൃശൂർ പൂരത്തെക്കുറിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് ഒരു വിവരം കൊടുത്തതിന്റെ പേരിൽ ഒരു DYSP അന്ന് രാത്രി സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. DYSP ഹെഡ്ക്വാർട്ടേഴ്സിലെ സന്തോഷ് അല്ലേ?
അന്വേഷണം നടക്കുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു. അര ഡസൻ അന്വേഷണം നടക്കുകയാണ്. പ്രഹസനമാണ് എല്ലാ അന്വേഷണവും. എനിക്ക് വലിയ സന്തോഷം, പൂരം കലക്കിയതാണ് എന്ന് ഞങ്ങളാണ് പറഞ്ഞത്, പ്രതിപക്ഷം. അത് മുഖ്യമന്ത്രി ഇപ്പൊ സമ്മതിച്ചു. ഉറപ്പല്ലേ? ഇതാണല്ലോ സംഘപരിവാർ ബന്ധം. ഞാനതിലെ കൺക്ലൂഡ് ചെയ്ത്, കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ട തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും നടപ്പാക്കിയത്. സംഘപരിവാർ അജണ്ട, സംഘപരിവാർ നറേറ്റീവാണ് ഞാൻ ഈ പറഞ്ഞ 3 ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കേരളത്തിലെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമാണ് മന്ത്രി റിയാസ്. ആകെ ഒരു മന്ത്രിയല്ലേ വന്നുള്ളൂ, ആകെ പാവം. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയാത്തത്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയ കാക്കാനുള്ളതും സംരക്ഷിക്കാനുള്ളതും ആ പാവം മന്ത്രി മാത്രമേ ഉള്ളൂ, വേറൊരു മന്ത്രിയില്ല. രാജേഷ് പറഞ്ഞത് എന്താന്ന് രാജേഷും മനസ്സിലായില്ല, കേട്ട നമുക്കും മനസ്സിലായില്ല. എന്തോ പറഞ്ഞു പോയി. ബാക്കി മന്ത്രിമാരൊക്കെ എങ്ങനെയാണ്? ആകെ ഒരു മന്ത്രിയുള്ളതാണ്, പൊതുമരാമത്ത് മന്ത്രി. ഇന്നലെയും പറഞ്ഞു, അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇനിയും മറുപടി പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? സെയിം സാധനമാണ്. ജമായത്ത് ഇസ്ലാമിയും UDF കൂടി നടത്തിയ ഗൂഢാലോചനയാണ് ഏത് ഈ സംഭവം. ഇവിടെ എന്താ ജമായത്ത് ഇസ്ലാമിക്ക് കാര്യം? ഇനി ഞാൻ ചോദിക്കട്ടെ, 3 പതിറ്റാണ്ട് കാലം ജമായത്ത് ഇസ്ലാമിയും CPM ഒരുമിച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDFന്റെ കൂടെ ഇരുന്നു. ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എത്ര പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിരിക്കുന്നു? അവര് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന സ്റ്റാൻഡ് എടുത്ത്. അതുപോലെ CPMന്റെ കൂടെ അല്ലേ ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ അവരാരുടെ കൂടെ ഇരുന്ന് ആദ്യം മത്സരിക്കുമ്പോൾ? അപ്പൊ ഇപ്പോ വർഗീയതയാണ്, വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും റിയാസും ഒരേ വാക്കാണ് പറഞ്ഞത്. ഇതാണ് സംഘപരിവാർ അജണ്ടയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിസന്ധിയിലായപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, അതിന്റെ പേട്രണേജ്, പൊളിറ്റിക്കൽ പേട്രണേജ് ഗവൺമെന്റിനുണ്ട്, പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ? എത്രയോ മാസം മുമ്പ് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു. ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമില്ലേ? സ്വർണം പൊട്ടിക്കലിന് CPMുമായിട്ട് ബന്ധമുള്ളവരല്ലേ? കണ്ണൂര് കൊലക്കേസിലെ പ്രതികളല്ലേ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നത്? ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ സ്വർണം പൊട്ടിക്കലിൽ വന്നില്ലേ? മയക്കുമരുന്ന് മാഫിയയിൽ വന്നില്ലേ? എല്ലാം CPM പ്രൊട്ടക്ഷൻ കൊടുക്കല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, CPMനെ ബാധിച്ചിരിക്കുന്ന ജീർണത അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് നടക്കുന്നത്. പരസ്പര വിശ്വാസമില്ല, പരസ്പര ആദരവില്ല, പരസ്പര ബഹുമാനമില്ല. ഇപ്പം CPI ഒരു വഴിക്ക്, കേരള കോൺഗ്രസ് വേറെ വഴിക്ക്, RJD വേറെ വഴിക്ക്, അൻവർ പോയ വഴിയിൽ, ജലീൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നറിയാം. ഇടതുമുന്നണിയുടെ സ്ഥിതിയാണ് കേരളത്തിലെ. ഡിസിൻറ്റഗ്രേഷനാണ്, ശിഥിലീകരണമാണ്, അപകടകരമായ സ്ഥിതിയിലായിരിക്കും. അതാണ് അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ കോംപ്ലിമെന്റ്സ് ആയി രണ്ടുപേരും കൂടി. തൃശ്ശൂർ ഞാൻ പറഞ്ഞല്ലോ, കരുവന്നൂർ കേൾക്കാറുണ്ടോ? മറ്റേ എല്ലാ ദിവസവും കരുവന്നൂർ ED വാർത്തയല്ലേ? ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ കരുവന്നൂർ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേട്ടിട്ടില്ല. അത് പോയി തീർന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വീണ്ടും പറഞ്ഞത് അവരാണ് ഏറ്റവും കൂടുതൽ, അതായത് LDF സർക്കാർ, CPM ഇവരാണ് ഏറ്റവും കൂടുതൽ വർഗീയതയ്ക്കെതിരെ നിൽക്കുന്നതെന്ന് എല്ലാവരും സമ്മതിക്കും ഇപ്പോൾ എന്നുള്ള. തന്നെത്താൻ സമ്മതിച്ചാൽ മതി, നാട്ടുകാരും സമ്മതിക്കില്ല. കാഫിർ വിവാദം മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വടകരയിൽ ചെയ്താണ്. മതപരമായ ഭിന്നിപ്പ് സംഘപരിവാർ സ്റ്റൈലിൽ ചെയ്താണ്. പുറത്തു വന്നല്ലോ ആരാ ചെയ്തതെന്ന്. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിലെ കൂടിക്കാഴ്ച, ശ്രീ M എന്ന് പറയുന്ന ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ. ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചാൽ മുഖ്യമന്ത്രിയോട്, നിഷേധിച്ചില്ലല്ലോ? നിഷേധിച്ചില്ല. പൂരം കലക്കിയത്. ADGPയെ വിട്ട് പ്രധാനപ്പെട്ട RSS നേതാക്കന്മാരെ ദൂതനായി വിട്ട് അവരുമായിട്ട് നടത്തിയ ചർച്ച. മനസ്സിലായില്ല? പൂരം കലക്കി BJPയെ സഹായിച്ചത്. പിന്നെ കേസ് അന്വേഷണമൊക്കെ നിർജീവമായത്. SNC ലാവലിംഗ് കേസ് 40 പ്രാവശ്യമായിട്ട് മാറ്റിവെച്ചു. അന്വേഷണം നടക്കാത്തത്, ഒരു അന്വേഷണവും നടക്കാത്തത്. ED ഒക്കെ പോയി.
ഇനി ഞങ്ങൾക്കെതിരെ ഇപ്പം അന്വേഷണം നടത്തണം. ഒരു കാലത്തും ചെയ്യാത്ത കാര്യമാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാർ കൂടി ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യത്തെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ ബാധിക്കുന്ന പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റനായി കൊടുത്തിട്ട് അൺസ്റ്റാർഡാക്കി മറുപടി പറയണ്ട, ഹൗസിൽ മറുപടി പറയണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണ്. മൗനത്തിലാണ് പല സമയത്ത്. ഇപ്പൊ വന്ന് പറയുന്നത് ചിരിയാണ്. നിയമസഭയിൽ ശക്തമായി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കും, അതിശക്തമായി ഉന്നയിക്കും. മുഖത്ത് നോക്കി ചോദിക്കും, ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നടപടിയാണ്. ഇടതുമുന്നണിയിൽ നിന്നുള്ള ശിഥിലീകരണത്തിന്റെ തുടക്കം അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും. അത് ഇതുമായിട്ട് വല്ല ബന്ധമുള്ള കാര്യം അല്ല. വരട്ടെ, നമുക്ക് നോക്കാം. യെസ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നിശിതമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ഗീബൽസിനെ പോലെ നുണ പറയുകയാണ്. ഒരേ കള്ളം ആവർത്തിച്ചു പറഞ്ഞാൽ സത്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PR പ്രതിനിധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുന്നു എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ആദ്യം ഇത്തരം ആരോപണങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ് എന്നുള്ള അവകാശവാദം കൂടി അദ്ദേഹം നടത്തുന്നു. മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം കൂടി ഇതിൽ പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തുന്നുണ്ട്. സെയ്ഫിലേക്കാണ്. സെയ്ഫ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം നമ്മൾ കണ്ടു. അതിൽ നമ്മളിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഉയർത്തിയത്. അതിൽ ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ഒരു PR ഏജൻസിയുടെ ആളാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു, ഹിന്ദുവിന്റെ ആളാണെന്നാണ് താൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരാൾ റൂമിലേക്ക് കടന്നു വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് മുഖ്യമന്ത്രിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് തന്നെ അറിയാം, അന്നേരം പരിചയമില്ലാത്ത ഒരാൾ ഒരു അഭിമുഖം നൽകുമ്പോൾ റൂമിലേക്ക് കയറി വന്നാൽ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുന്നു എന്നൊരു തോന്നൽ ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുന്നു, അല്ലേ? അതെ ജിൽസി, കടക്കുപുറത്ത് പ്രയോഗം അത് കേരളം ഏറ്റെടുത്ത, കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത പ്രയോഗമാണല്ലോ കടക്കുപുറത്ത് എന്ന് പറയുന്നത്. അത് മാധ്യമങ്ങളോട് ആ പരിപാടി നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മളടക്കമുള്ളവരോടാണ് കടക്കുപുറത്ത് CM പറഞ്ഞത്. വിഷ്വൽസ് എടുക്കാൻ വേണ്ടി കയറിയതാണ്. മുഖ്യമന്ത്രിയുടെ ആ രോഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് പിന്നീട് നമ്മൾ കാണുന്നതാണ്. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു രീതിയുണ്ട് ആ പിണറായി വിജയന്. അത് എടോ ഗോപാലകൃഷ്ണ മുതൽ കടക്കുപുറത്ത് വരെയുള്ള പിണറായി വിജയന്റെ രീതിയുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പത്രസമ്മേളനം നടക്കുമ്പോൾ നശീകരണ മാധ്യമ പ്രവർത്തനം എന്ന പ്രയോഗം പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായ വാർത്ത കൊടുക്കുന്നത് ജിൽസി നേരത്തെ സൂചിപ്പിച്ചു വന്നതായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം വരുന്നതിന് മുമ്പ് ജിൽസി സൂചിപ്പിച്ചത് അതായിരുന്നു. ഈ തെറ്റായ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ഒരു ശരീരഭാഷയുണ്ട്. അതൊന്നും നമുക്ക് ഇന്ന് പിണറായി വിജയനിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചെയ്തത് മാന്യമായിട്ട് ഇടപെടലാണ്. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത ഭാഷയിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായില്ല. ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായ വാർത്തയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. തെറ്റായ വാർത്ത കൊടുത്തപ്പോൾ അതിനെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് നശീകരണ മാധ്യമ പ്രവർത്തനം എന്നാണ്. ഇപ്പോൾ ഒരു തെറ്റായ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ വളരെ ചിരിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തെറ്റ് സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് എന്നുള്ള സംശയം പല കോണുകളിൽ നിന്ന് നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ഒരു കടുത്ത ഭാഷയിലുള്ള വിമർശന സ്വഭാവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ പ്രതികരിക്കാതിരുന്നതെന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും ഒരു നിയമ നടപടി അതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. തെറ്റായ വാർത്തയാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ അതിനകത്ത് നിയമ നടപടി ഇല്ല. അതുപോലെ തന്നെ കൈസനുമായി ബന്ധപ്പെട്ട നിയമ നടപടി ഇല്ല. അങ്ങനെ വിവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല ജിൽസി. ശരി, അങ്ങനെയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം നൽകാതെ ചോദ്യങ്ങളിൽ നിന്ന് അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി ചിരിച്ചുകൊണ്ട് മാത്രം മറുപടി നൽകിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതായത് മുഖ്യമന്ത്രിക്ക് ഇനിയും വിശദീകരിക്കേണ്ടി വരും, കാരണം ചോദ്യങ്ങൾ അനവധിയാണ്. സൈഫ് സൈൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വിവാദം PR ഏജൻസിയുടെ ആസൂത്രണം.
മലപ്പുറം സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണെന്ന പ്രചാരണം PR ഏജൻസിയായ കൈസൻ ഒരു മാസം മുൻപേ ആരംഭിച്ചു. മുഖ്യമന്ത്രി ഈ മാസം 21-ന് വാർത്താസമ്മേളനം നടത്തുന്നതിന് മുൻപേ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറി. ഇംഗ്ലീഷ് മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും വാർത്തയാക്കിയെങ്കിലും മലപ്പുറം പരാമർശം ഒഴിവാക്കിയതോടെയാണ് ദ ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത്. മാധ്യമങ്ങളിൽ വാർത്ത നൽകാനായി കൈസൻ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ കുറിപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഹിന്ദു പത്രത്തിലെ വിവാദാഭിമുഖത്തിൽ PR ഏജൻസി കൂട്ടിച്ചേർത്ത മലപ്പുറം വിരുദ്ധ പരാമർശം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന തെളിവാണ് കൈസൻ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ കുറിപ്പ്. മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഹവാല ഇടപാടും സ്വർണ്ണക്കള്ളക്കടത്തും പോലീസ് പിടികൂടുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കേരള പോലീസിനുമെതിരെ നിരന്തരം പ്രചരണം നടക്കുന്നതെന്ന് കുറിപ്പിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. നിരോധിക്കപ്പെട്ട സംഘടനകൾക്കാണ് ഹവാല പണത്തിന്റെ ഒരു പങ്ക് ലഭിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയ വാർത്താ സമ്മേളനം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ചത്. ഇതിനും 5 ദിവസം മുമ്പ് സാമ്പത്തികകാര്യ ഇംഗ്ലീഷ് പത്രം ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്തു. 2 വാർത്തകളിലും ഒരേ വാചകങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണക്കടത്തിൽ നടപടികൾ ശക്തമാക്കിയത്. മുഖ്യമന്ത്രിയെ നേതൃസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന് കുറിപ്പിലുണ്ട്. ജ്വല്ലറികളും ക്രിമിനൽ സംഘങ്ങളും കടത്ത് സംഘങ്ങളും ചേർന്നാണ് സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള ശ്രമം ഈ സംഘം തുടരുന്നു എന്ന് സൂചിപ്പിച്ചാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. റിലയൻസിന്റെ PR പ്രതിനിധിയെന്ന് ഹിന്ദു ലേഖികയെ സ്വയം പരിചയപ്പെടുത്തിയ സുബ്രഹ്മണ്യൻ നൽകിയ മലപ്പുറം വിരുദ്ധ പരാമർശം പെട്ടെന്നുണ്ടായതല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുറിപ്പ്. D. ധനസുമോദ്, മീഡിയ വൺ, ഡൽഹി. മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ നാവായി മാറിയെന്ന് രമേശ് ചെന്നിത്തല. ദ ഹിന്ദുവിലെ പരാമർശത്തിൽ മലപ്പുറത്തെ ജനങ്ങളോട് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണം. PR ഏജൻസിക്ക് ആരാണ് പണം നൽകുന്നത് എന്ന് വ്യക്തമാക്കണം. ബിനോയ് വിശ്വം CPMന്റെ കയ്യിലെ പാവയായി മാറിയെന്നും ചെന്നിത്തല പറഞ്ഞു. സംഘപരിവാർ ശക്തികളുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് ശരിയാണോ? അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേരെ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പം മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് ഞാൻ ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുകയാണ് വേണ്ടത്. അവരെ അവഹേളിച്ചതിൽ സംഭവത്തിൽ അവരോട് മാപ്പ് പറയണം. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഹിന്ദു അഭിമുഖത്തിലും ഉള്ളതെന്ന് PV അൻവർ MLA. തെറ്റാണ് അടിച്ചു വന്നതെങ്കിൽ എന്തുകൊണ്ട് PR ഏജൻസിക്കും ഹിന്ദുവിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ അറിവോടും നിർദ്ദേശത്തോടെയുമാണ് PR ഏജൻസികളുടെ ഇടപെടൽ. അഭിപ്രായം പറയാൻ നട്ടലുള്ള നേതാവില്ലാത്തതാണ് CPM അനുഭവിക്കുന്ന പ്രതിസന്ധിയെന്നും അൻവർ പറഞ്ഞു. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആസൂത്രിത നീക്കമാണ് നടന്നത്. അട്ടിമറി നീക്കവും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും ഉൾപ്പെടെ അന്വേഷിക്കാൻ 3 രീതിയിലാണ് അന്വേഷണം. ADGP MR അജിത് കുമാറിന്റെ വീഴ്ചകൾ DGP നേരിട്ട് അന്വേഷിക്കും. റിപ്പോർട്ട് കിട്ടാതെ അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുക. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് VS സുനിൽകുമാർ. പോലീസിന്റെ വീഴ്ച പ്രധാനമായി അന്വേഷിക്കണം. പൂരം സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യം പോലീസ് ഒരുക്കി നൽകിയില്ല. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇന്ന് ഗവൺമെന്റ് ചില പ്രധാനമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെന്റ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരുംകാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി
പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ. അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള ഈ അന്വേഷണത്തോട് സഹകരിക്കില്ല. ഇനിയും RSS ബന്ധം പിണറായി വിജയൻ മറച്ചു പിടിക്കേണ്ടതില്ല. അജിത് കുമാറിനെയും പി ശശിയെയും പിണറായി വിജയൻ മാറ്റില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പൂരം കലക്കൽ അന്വേഷണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ അന്വേഷണം അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അജിത് കുമാറിനെയോ ശശിയോ തൊടുന്ന അവരെ മാറ്റി നിർത്തുന്ന ഒരു തീരുമാനവും പിണറായി വിജയന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. തൃശൂർ പൂരത്തിന്റെ മേൽനോട്ടത്തിൽ ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്ന മീഡിയ വൺ വാർത്ത ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ADGPക്ക് വീഴ്ച സംഭവിച്ചെന്ന് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. ആദ്യമായാണ് പൂരം അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. 5 മാസം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൃശൂർ പൂരം കലക്കലിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്നാണ് ADGPക്ക് വീഴ്ച പറ്റിയെന്ന് രേഖപ്പെടുത്തി സംസ്ഥാന പോലീസ് മേധാവി ഈ റിപ്പോർട്ട് സെപ്റ്റംബർ 23-ന് സർക്കാരിന് കൈമാറിയത്. ADGPയുടെ വീഴ്ച സംബന്ധിച്ച് DGP ഷെയ്ഖ് ദർവേ സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ സെപ്റ്റംബർ 26-ന് തന്നെ മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. പൂരം കലങ്ങുന്ന സമയത്ത് തൃശൂരിലുണ്ടായിരുന്ന അജിത് കുമാർ ഇടപെടൽ നടത്തിയില്ല. ഗുരുതരമായ വീഴ്ചയാണ് ADGPയിൽ നിന്നുണ്ടായതെന്നും DGP കണ്ടെത്തിയതായി മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പൂരം നിയന്ത്രണങ്ങളിൽ ADGP അവസാന നിമിഷം മാറ്റം വരുത്തി. പൂരത്തിന് 3 ദിവസം മുൻപ് വിളിച്ചു ചേർത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വെച്ചാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ADGP നിർദ്ദേശം നൽകിയതെന്നാണ് DGPയുടെ റിപ്പോർട്ടിലുള്ളത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയത്. മീഡിയ വൺ, തിരുവനന്തപുരം. വിവാദ പെരുമഴയ്ക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് സഭ നാളെ പിരിയും. 9 ദിവസം നീണ്ടുനിൽക്കുന്ന സഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധങ്ങൾ നിരവധിയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവികളുടെ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് നടന്ന പ്രതിഷേധം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മലപ്പുറം കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടും. പുനരധിവാസത്തിനായി മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ്, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ടൌൺഷിപ്പ് നിർമ്മിക്കും. ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് 10 ലക്ഷം വീതം നൽകും. മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ട 8 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ്, 2 കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ. പാർട്ടി രൂപീകരിക്കാനായി MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന PV അൻവർ. പാർട്ടിയുടെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് KT ജലീൽ തനിക്കെതിരെ സംസാരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ലെന്നും ഇങ്ങോട്ട് മാന്യത കാണിച്ചാലേ തിരിച്ചുണ്ടാവൂ എന്നും KT ജലീൽ. അൻവർ പ്രതികരിച്ചു. ഞായറാഴ്ച നമ്മളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ള അതിന്റെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, നമ്മളൊരു സ്ട്രാറ്റജി പബ്ലിക്കുമായി നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മൾ പരിഗണിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തും. നമ്മൾ ഈ പോരാട്ടം തുടരും. ആ പോരാട്ടം തുടരാൻ MLA പദവി നിയമപരമായി തടസ്സമാണെങ്കിൽ ഈ സാധനം എടുത്ത് അങ്ങോട്ട് കൊടുക്കും, അത് പിടിച്ചോന്ന് പറയും. ഈ പോരാട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ജലീൽ MLA ഒന്നും കുറ്റം പറയാൻ ഞാൻ ആളല്ല. അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്.
അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുമായുള്ള NCP നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന്. AK ശശീന്ദ്രൻ, PC ചാക്കോ, തോമസ് കെ തോമസ് എന്നിവരാണ് വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നത്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആണ് കേന്ദ്രത്തിന്റെ നിലപാട്. NCP നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കും. നാളെ നിയമസഭ തുടങ്ങുന്നതുകൊണ്ട് അത് കഴിയും വരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണ് വോട്ടിലൂടെ ജനം മറുപടി നൽകുമെന്ന് ഗുസ്തി താരവും ജൂലാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ട് മീഡിയ വണ്ണിനോട്. ഗുസ്തിയും രാഷ്ട്രീയവും ഒരുപോലെ വെല്ലുവിളി നിറഞ്ഞതാണ്. വെല്ലുവിളികളെ ഭേദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നതെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. मैं कोई संदेश नहीं देना चाहती. जुलाना की जनता 5 तारीख को सबको संदेश दे देगी. रेसलिंग भी मुश्किल था, अभी ये नया क्षेत्र है तो इसमें भी मुश्किलें आ रही हैं, लेकिन बिना मुश्किलों के मज़ा नहीं आता. जब इस मुश्किलों से हम जब निकल के आगे निकलेंगे तो एक जो असली खुशी है तभी मिलेगी. 10 साल से सिर्फ किसान की बात नहीं है, व्यापारी हो, कर्मचारी हो, तो जनता बहुत परेशान है. पूरा हरियाणा में कांग्रेस की लहर चल रही है. जिन लोगों ने बीजेपी को वोट दिया था, आज वही लोग उनसे तंग आके कांग्रेस पार्टी को अपना एक प्रचंड जीत के साथ में आशीर्वाद देने वाले. വിനോദ മേഖലയ്ക്കായി നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ. ഇത് സംബന്ധിച്ച് വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സിനിമയ്ക്ക് പുറമെ ഫാഷൻ, ടെലിവിഷൻ, സംഗീതം ഉൾപ്പെടെ വിവിധ മേഖലകൾ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5880 രൂപ, പവന് 47,040 രൂപ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്രസിഡന്റ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അപ്ഡേറ്റ്സിൽ ധന്യ വിശ്വം.